പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ യുദ്ധം ആരംഭിച്ചതോടെ ശരിക്കും ഈ ഗൾഫ് നാടുകളിലൊക്കെ പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മുടെ പ്രവാസികളൊക്കെ വലിയ സംഘർഷത്തിൽ കഴിയുന്ന ഈ വേളയിൽ നമ്മൾ ഈ മില്യൺ മലയാളി ക്ലബിൻ്റെ പ്രചാരണ പരിപാടികളും അതുപോലെ അതിൽ അംഗങ്ങളാക്കുന്നതൊക്കെ ഒന്നൊന്ന് സ്ലോ ഡൗൺ ചെയ്തിരുന്നു. എന്നാൽ ഇന്നു മുതൽ നമ്മളത് മാറ്റുകയാണ്. കാരണം യുദ്ധം ഇന്നലെ അവസാനിക്കാൻ പോകുന്നു എന്ന സൂചന കിട്ടിയപ്പോൾ നമ്മളൊക്കെ സന്തോഷിച്ചു. മാത്രമല്ല പരസ്പരം നമുക്ക് സ്നേഹിക്കാനും സൗഹൃദം പങ്കുവയ്ക്കാനും പറ്റുന്ന ഒരു സാഹചര്യം സംജാതമാകുന്നു എന്ന തോന്നലിൽ വീണ്ടും നമ്മൾ വർദ്ധിത വീര്യത്തിൽ മുന്നോട്ട് കയറുമ്പോഴാണ് വീണ്ടും അടി തുടങ്ങിയത്. അപ്പോൾ ഇനി അടിക്കായിട്ട് നമ്മൾ കാത്തുനിന്നിട്ട് കാര്യം മാത്രമല്ല, ഈ സംഘർഷ സാഹചര്യത്തിൽ പ്രവാസികൾക്ക് ഒരുപാട് ഹെൽപ്പുകൾ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ മില്യൺ മലയാളി ക്ലബിൻ്റെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കുകയാണ് ഇന്നു മുതൽ. അപ്പോൾ പ്രവാസികളൊക്കെ ഒരുപാട് താല്പര്യമെടുത്ത് വരുന്നുണ്ട്. നമുക്കൊരു പക്ഷേ പ്രവാസികളെന്നോ നാട്ടിലുള്ളവരെന്നോ വ്യത്യാസമില്ലാതെ ഒരേ കുടക്കീഴിൽ 1 കോടി മനുഷ്യർ കയറുന്ന 1 കോടി മലയാളികളുടെ ഒരു സൗഹൃദ സമൂഹമാണ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഒന്നിച്ചു ചേർന്നാൽ 2031 തന്നെ കേരളത്തിൽ വീടില്ലാത്തവർ ഉണ്ടാകില്ല. അതേപോലെ ഒരുപാട് കാര്യങ്ങളുടെ കൂട്ടായ്മ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. നമ്മുടെ ആളുകളുടെ ജോലിയും നമ്മുടെ ആൾക്കാരുടെ ക്ലേശങ്ങളും ഒക്കെ പരിഹരിക്കാനും പരസ്പരം അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഗവേഷണ സഹായമൊക്കെ നൽകാൻ കഴിയുന്ന വലിയൊരു ജനസഞ്ചയം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. അവരെയൊക്കെ തന്നെ വലിയൊരു കൂട്ടായ്മയിൽ കൊണ്ടുവരിക. അതുപോലെ നമ്മുടെ വേൾഡ് മലയാളി കൗൺസിൽ പോലെയോ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ പോലെയുള്ള സൗഹൃദ കൂട്ടായ്മകളും ഒക്കെ ഇതിൻ്റെ ഭാഗമാകുമ്പോൾ 1 കോടി മനുഷ്യരുടെ കൂട്ടായ്മയിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ എന്തായാലും സംഘർഷ ഭീതിയുടെ പശ്ചാത്തലത്തിൽ ഈ MMC എന്ന സംവിധാനത്തിന് ഏറെ പ്രസക്തിയുണ്ടെന്ന് ഇന്നലെ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ പ്രവാസികൾ അഭിപ്രായപ്പെട്ടു. ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. MMC ജിദ്ദയിലെത്തുന്ന സന്തോഷകരമായ കാഴ്ച. വെൽക്കം മൈ ഡിയർ ഗായ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷം. MMCയിലേക്ക് സ്വാഗതം. ആഗോള മലയാളികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന മില്യൺ മലയാളി ക്ലബിലേക്ക് സൗദിയിലെ പ്രവാസികളും അംഗങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോഴുള്ളത് ജിദ്ദയിൽ നടക്കുന്ന ഒരു ഇഫ്താർ സംഗമത്തിലാണ്. OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഇഫ്താർ സംഗമത്തിലാണ്. ഇവിടെ നിരവധി ആളുകൾ നമ്മുടെ ഈ ആപ്പ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രതീക്ഷ? ഈ സത്യത്തിൽ ഒരു വലിയൊരു ഇനീഷ്യേറ്റീവാണിത്. 24നെ സംബന്ധിച്ചിടത്തോളം 24നല്ല, മലയാളി സമൂഹത്തിന്, ഡയസ്പറ, ഈ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പരസ്പരം ബന്ധപ്പെടാനും അവരുടെ ആശയവിനിമയം നടത്താനും ഒപ്പം സഹായങ്ങൾ അഭ്യർത്ഥിക്കാനും, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഭീതിജനകമായ അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ആപ്പ് ഈ മലയാളികളെ കണക്ട് ചെയ്യുന്ന മില്യൺസ് മലയാളി കമ്മ്യൂണിറ്റി എന്ന രീതിയിലുള്ള ഈ 24ൻ്റെ ഇനീഷ്യേറ്റീവ് ഏറ്റവും നല്ലൊരു സംരംഭമാണ്. ലോക മലയാളികളെ എല്ലാവരെയും ഒരു കുടക്കീഴിലാണ് നിർത്തുക എന്നുള്ള ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കാൻ മുന്നിട്ട് ഇറങ്ങിയ 24ന് ഒരായിരം അഭിനന്ദനങ്ങൾ അർപ്പിക്കും. എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അനിവാര്യമായ ഒരു ഘടകമാണ്. അതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് 24ന്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 24 ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയപ്പോൾ ലോകത്ത് ആകമാനമുള്ള എല്ലാ മലയാളികളും ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെ, എന്താണ് അവർക്ക് ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എന്താണ് അവർക്ക് നിറവേറ്റേണ്ട പെട്ടെന്ന് വരുന്ന ആവശ്യങ്ങൾ, അതിനെ പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനം എന്നുള്ള നിലക്കാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഒരു വലിയ വിപ്ലവത്തിന് ഫ്ലവേഴ്സ് ആൻഡ് 24 തുടക്കം കുറിച്ചിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും സംവദിക്കാനും പരസ്പരം സഹായിക്കാനുമുള്ള ഒരു വലിയ ഒരു ആപ്പ് MMC മില്യൺ മലയാളി ക്ലബ്ബ്. ഇതാ ഞാനും അംഗമായി, എല്ലാവരും അംഗമാവുക. മതസൗഹാർദ്ദത്തിൻ്റെയും അതുപോലെ തന്നെ ആശയവിനിമയത്തിനും സഹായഹസ്തവുമായിട്ട് മുന്നോട്ട് വരികയാണ്. ഇതിലെല്ലാവരും, ഞാനും പങ്കാളിയാണ്, ഇതിലെല്ലാവരും പങ്കാളിയാകണം. ഇങ്ങനൊരു നൂതന സംരംഭം ഞാൻ സത്യത്തിൽ ഇന്ന് ഇവിടെ ഒരു ഇഫ്താറിൽ വെച്ചിട്ടാണ് കേൾക്കുന്നത്. വളരെ സന്തോഷം തോന്നി. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. ലോകത്തിൻ്റെ എവിടെ പോയാലും നമുക്കൊരു എയർപോർട്ടിൽ കുടുങ്ങിയാലോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ ആവശ്യം വന്നാലോ ഈ ഗ്രൂപ്പുമായി സഹകരിച്ച് നമുക്ക് കോണ്ടാക്ട് ചെയ്ത് സഹായങ്ങളൊക്കെ എത്തിക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയാം. MMC ഇതിൽ ഞാനൊരു അംഗമാണ്. എല്ലാവരും ഇതിലൊരു അംഗമാകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, ഒരാഗ്രഹം. നമ്മളങ്ങനെ എല്ലാ മലയാളികളും കൂടിയിട്ട് ഇതൊരു വൻ വിജയമാക്കി തീർക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അപേക്ഷിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളികൾക്ക് പരസ്പരം ബന്ധപ്പെടാനുള്ള അപൂർവ വേദിയായിട്ടാണ് MMCയെ പ്രവാസി മലയാളികളും കാണുന്നത്. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. എന്തായാലും ജിദ്ദയിൽ നിന്ന് MMC ആപ്പിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ട എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല ലോകമെമ്പാടുമുള്ള 1 കോടി മനുഷ്യർ ഒരു കുടക്കീഴിൽ വരുമ്പോൾ അത് സുഗമമായി അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടു പോകാൻ
ഒരു കമ്മിറ്റി തന്നെ സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒരു വീട്ടിൽ ഒരു 5 പേര് കഴിയുമ്പം ആ 5 പേര് എങ്ങനെയാണ് കഴിഞ്ഞു പോവുക, അതേപോലെ 1 കോടി മനുഷ്യർക്ക് വളരെ സന്തോഷത്തോടെ കഴിയാം. ജാതിയോ മതമോ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമോ ഒന്നുമില്ലാതെ, ആൺപെൺ വ്യത്യാസമില്ലാതെ നമ്മൾ ഈ MMC കൊണ്ടുപോകും. മില്യൻ മലയാളി ക്ലബിന് കൂടുതൽ പ്രതികരണങ്ങൾ അനുകൂലമായി ലഭിക്കുന്നു. നമ്മുടെ ആപ്പിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും ശ്രമിക്കുന്നു. ഇന്നു മുതൽ അതിൽ കൂടുതൽ സജീവമാക്കി നമ്മുടെ നാട്ടിലും നാട്ടിന് പുറത്തുമുള്ള ആളുകളിലേക്കും MMC വരികയാണ്. നമുക്ക് ഒന്നിച്ച് കഴിയുമ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും, ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പ്രതിജ്ഞാബദ്ധമായിരിക്കും നമ്മൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇക്കാര്യത്തിലുണ്ടെങ്കിൽ വിളിക്കാൻ, പരസ്പരം സഹായിക്കാനും സ്നേഹിക്കാനും സംഗമിക്കാനും ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുടെ കണ്ണീരൊപ്പാനും നമ്മൾ നടത്തുന്ന ഈ കൂട്ടായ യത്നത്തിന് അതിൽ പങ്കുചേരാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഈ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കയറാൻ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും സാങ്കേതിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ നിങ്ങൾ വിളിക്കേണ്ട 2 മൊബൈൽ നമ്പറുണ്ട്. 8111991602 ഇപ്പോൾ സ്ക്രീനിലുണ്ട്. അതുപോലെ 8111991260. ചെറിയൊരു ഫോട്ടോ എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻ ഇമേജ് എടുത്ത് വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ MMC രജിസ്റ്റർ ചെയ്യുക. ഇതുകൊണ്ട് എന്തു ഗുണം എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ എന്തു ഗുണവും ഇതുവഴി ഉണ്ടാകാം. കാര്യം നമ്മൾ ഒന്നിച്ചു നിന്നാൽ വലിയ കരുത്ത്, പിന്നിച്ചു നിന്നാൽ നമ്മൾ തറയിൽ വീഴും. അപ്പോൾ മലയാളികൾ, ഈ ജനസമൂഹം ഒന്നിച്ചു പോകുന്ന ഒരു നല്ല പ്രഭാതത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. MMCയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.